നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എമ്മിന് നേരിട്ടതൊരു കനത്ത തിരിച്ചടിയാണ്. 12 സീറ്റിൽ മത്സരിച്ചതിൽ 12 എണ്ണത്തിലും തോൽവിയാണ് നേരിട്ടത്. അപ്പോൾ നാളെ ഒരു കോട്ടയത്ത് വെച്ചൊരു പാർട്ടി യോഗം നടക്കുന്നുണ്ട്. അതിലൊരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പു ജോൺ ജോസഫ് പറഞ്ഞത് ഇങ്ങനെയാണ്: കേരള കോൺഗ്രസ് എം തിരിച്ചു വന്നാൽ മുടിയനായ പുത്രനെ ഇലയിട്ട് സ്വീകരിക്കുന്നത് പോലെ വരവേൽക്കും. യാതൊരുവിധ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറയേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, മാണി സാറിന് കിട്ടിയിരിക്കുന്ന ഒരു പ്രാധാന്യം ആ ഒരു സഭയിൽ, ആ ഒരു പാർട്ടിയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അംഗങ്ങൾക്കുണ്ടാവും. ഇതെല്ലാം പറഞ്ഞിട്ടും ആ ഒരു ക്ഷണത്തെ ജോസ് കെ മാണി തള്ളുകയായിരുന്നു. ഇന്നലെ LDFൻ്റെ യോഗം നടന്നിരുന്നല്ലോ. അതിൽ ഈ പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ TP രാമകൃഷ്ണൻ മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെയാണ് ജോസ് കെ മാണി പറഞ്ഞത്. തെറ്റ് തിരുത്തും, മുന്നോട്ട് പോകും. പക്ഷേ ഒരു കൂട്ടം പ്രവർത്തകർ ഇപ്പോഴും ഒരു താല്പര്യക്കുറവാണ് ഈ കേരള കോൺഗ്രസ് എം LDFൻ്റെ ഒരു കീഴിൽ തുടരുന്നത്, CPM-നൊപ്പമുള്ള അലയൻസിൽ തുടരുന്നത്. ഒരു വിഭാഗം പ്രവർത്തകർക്ക് എതിർപ്പാണ്. കാരണം ഈ റോഷി അഗസ്റ്റിൻ്റെ ഒരു പ്രസൻസ്, റോഷി അഗസ്റ്റിൻ്റെ ഒരു CPM തമ്മിലുള്ള ഒരു രഹസ്യ കരാറുണ്ടല്ലോ, ആ ഒരു രഹസ്യ കരാറുകൊണ്ട് ഇവർക്ക് അതൃപ്തിയുണ്ട്. കാരണം റോഷി അഗസ്റ്റിന് ഇതുകൊണ്ട് ഉപകാരമേ ഉണ്ടായിട്ടുള്ളൂ. അതുമാത്രമല്ല, സ്വന്തം ജില്ലയായ കോട്ടയത്ത് പോലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് വിജയിച്ചിരുന്നു. അതിൽ ഒരു ചീഫ് വിപ്പ് സ്ഥാനവും ഒരു മന്ത്രിസ്ഥാനം, അത് ജലവിഭവ വകുപ്പാണ് റോഷി അഗസ്റ്റിന് കിട്ടിയത്. ഇത്രയെല്ലാം കൊടുത്തിട്ടും ഈ 2026 ഇലക്ഷനിലേക്ക് നോക്കിയപ്പോൾ പൂർണ്ണ പരാജയമാണ് പാർട്ടിക്ക് നേരിട്ടത്. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ LDFന് വന്ന, അല്ലെങ്കിൽ CPM-ന് എതിരെ വന്ന ആ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു എഫക്റ്റ് KCM-നും കൂടി പ്രഹരമായി എന്നാണ് ഈ പ്രവർത്തകരുടെ ഒരു വിലയിരുത്തൽ. നാളത്തെ മീറ്റിങ്ങിൽ ഒരുപക്ഷെ ഒരു വിഭാഗം പ്രവർത്തകർ തിരിച്ച് UDF-ലേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ റോഷി അഗസ്റ്റിന് പോലുള്ളവർ CPM-ൽ രഹസ്യധാരണ വെച്ചത് തന്നെയാണ് ഈ ഇത്രയും നല്ല തോൽവി കാരണം. അതെ, കാരണം അവിടെ ഒരു കേരള കോൺഗ്രസ് എന്ന ഒരു വിഭാഗം ആ ഒരു UDF-നോട് തന്നെ ചേർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കോട്ടയത്തിൻ്റെ ആ ഒരു സമവാക്യം തന്നെ മാറിയേനെ. ആ ഒരു കുറഞ്ഞ വോട്ടിൻ്റെ വിഹിതം അത് ഒരുപാട് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് നടന്നൊരു സീനുണ്ട്. ജോസ് കെ മാണിയുടെ കയ്യിൽ പിടിച്ചു നിർത്തി, ജോസ് കെ മാണിയുടെ പോലും അറിയാതെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ റോഷി അഗസ്റ്റിൻ പറയുന്നത്, ഇതാ ചെയർമാനാണ്, ഞങ്ങളുടെ കൂടെയുള്ള ചെയർമാനാണ് പാലായിൽ മത്സരിക്കുന്നതെന്നും. പക്ഷെ അദ്ദേഹത്തിന് താല്പര്യം മോൻസ് ജോസഫിന് എതിരെ കടുത്തുരുത്തിൽ മത്സരിക്കണമെന്നായിരുന്നു. കാരണം അത്യാവശ്യം വേരോട്ടം കടുത്തുരുത്തിയിൽ ആ ഒരു പാർട്ടിക്കുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവിടെ ഒരു യാത്ര നടത്തിയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് കടുത്തുരുത്തിൽ ലഭിച്ച സ്വീകരണം അതാണ് തെളിയിക്കുന്നത്. അതുമാത്രമല്ല, എന്നിട്ട് നിഷ ജോസ് കെ മാണിയെ പാലായിലും ജോസ് കെ മാണി കടുത്തുരുത്തിയിലും എന്നുള്ള രീതിയിലായിരുന്നു ഒരു പ്ലാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ റോഷി അഗസ്റ്റിന് ഇടക്ക് കയറി വെട്ടിയതുകൊണ്ട് ജോസ് കെ മാണിക്ക് പാലായിൽ തന്നെ മത്സരിക്കേണ്ടത്. അതായത് പാർട്ടി ചെയർമാൻ വരെ നിയന്ത്രിക്കേണ്ട ഒരു പവറാണ് റോഷി അഗസ്റ്റിനെ അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഒരുപക്ഷെ CPM-മാരുടെ ഒരു നിർബന്ധപ്രകാരമായിരിക്കാം റോഷി അഗസ്റ്റിനെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. ജോസ് വിഭാഗം ഉണ്ടല്ലോ, ജോസിൻ്റെ. അപ്പോൾ അവർക്ക് 8 മത്സരിച്ചതിൽ 7 വിജയിച്ചു. അവരെ കോൺഗ്രസ് എമ്മിൽ ക്ഷമിച്ചതാണ് അവർ. എന്നിട്ടും പോകാത്തത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസ് എമ്മിന് ലഭിച്ചത് ഇതിലൂടെ. അതായത് നമ്മുടെ മാണി വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ, ജോസ് കെ മാണി വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ അവർ തിരിച്ചു വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ജോസഫ് വിഭാഗം. അത് പല തവണയായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇപ്പം മോൻസ് ജോസഫ് ആയാലും, ഇപ്പോൾ നേരത്തെ തൊടുപുഴ നിയുക്ത MLA ആയ അപ്പു ജോൺ ജോസഫ് ആയാലും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ജോസ് കെ മാണി ഒരു കടുത്ത വിമർശനത്തോടെയാണ് ആ ഒരു വരവേൽപ്പിന്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ച് വരവിനെ അവർ എതിർത്തത്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർക്ക് ജോസ് കെ മാണി വന്നാലും വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇനി ഒരു രാഷ്ട്രീയ മേഖലയിൽ തുടരണമെങ്കിൽ UDF-ലേക്ക്
ചെല്ലാതെ വേറെ വഴിയില്ല. അതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യം. പാർട്ടിയുടെ പൊതുവികാരത്തെ നോക്കാതെ ഈ നേതാക്കൾ എടുത്തൊരു കടുംപിടുത്തമാണ് ഈ തോൽവിക്ക് കാരണം എന്ന് തോന്നുന്നുണ്ട്. അത് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് എം വിഭാഗത്തിൽ തന്നെ 2 ഗ്രൂപ്പായിട്ട് പിളർന്ന ഒരവസ്ഥയാണ്. ഒന്ന് ജോസിൻ്റെ വിഭാഗവും ഒന്ന് റോഷിയുടെ വിഭാഗവും. മന്ത്രി എന്നൊരു അധികാരം വെച്ച് ആ ഒരു റോഷിക്കുള്ള ഒരു ഹോൾഡ് ചെറുതല്ല. അതേസമയം പാർട്ടി ചെയർമാൻ എന്നുള്ള ഒരു പവറിലാണ് ജോസ് കെ മാണി ഇരിക്കുന്നത്. ഒരു പക്ഷേ നേതൃത്വം ആവശ്യപ്പെടുകയാണ് ചെയർമാൻ മാറണം, പകരം റോഷി അഗസ്റ്റിനെ ആയാൽ മതി എന്നൊരു വിഭാഗം പറഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു സ്വന്തം പാർട്ടിയിൽ തനിക്ക് തന്നെ ഒരു പ്രാതിനിധ്യം ഇല്ലാതായി പോകും ഈ പറയുന്ന ജോസ് കെ മാണിക്ക്. അപ്പോൾ അവിടേക്കും ഇല്ല ഇവിടേക്കും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ അന്ത്യമായി പോകും. കാരണം പാലായിലെ ജോസ് കെ മാണിയുടെ മത്സരവും ജീവൻ മരണ പോരാട്ടമായിരുന്നു. അത് മാണിക്കാപ്പൻ വിജയിച്ചോടെ ജോസ് കെ മാണിയുടെ ആ ഒരു രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിച്ച ഒരു അവസ്ഥയായിരുന്നു ആ ഒരു പരാജയം. ഇനി റോഷി അഗസ്റ്റിൻ്റെ ഒരു ദയോടെ ആയിരിക്കും ഒരു പക്ഷേ ജോസ് കെ മാണി ആ ഒരു പാർട്ടിയിൽ തുടരുന്നത്. കോൺഗ്രസ് എം ഇങ്ങനെ പോയാൽ അതൊരു അധപ്പതനമായിട്ട് തന്നെ ആയിരിക്കും. അത് ഇനി അങ്ങനെ കോൺഗ്രസ് എം കാണില്ല എന്ന് തന്നെ തോന്നുന്നു ഇങ്ങനെ പോയാൽ. അസ്തമിച്ചു. കോൺഗ്രസ് എം വിഭാഗം അസ്തമിച്ചു. കേരള കോൺഗ്രസ് എം വിഭാഗം അസ്തമിച്ചു കഴിഞ്ഞു. ഇനി അതിന് ഒരു ഉദയം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊടിനാമ്പെങ്കിലും കിളിർക്കണമെങ്കിൽ ഒരു UDF-ലേക്കുള്ള ഒരു മടങ്ങി വരവല്ലാതെ യാതൊരു വിധ രക്ഷയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആകെ ഒരു അംഗമായിരുന്ന ആന്റണി രാജു ഹൈക്കോടതി ആ ഒരു തൊണ്ടി മുതൽ മാറ്റിയതിലൂടെ ആ ഒരു അയോഗ്യത നേരിട്ടോടെ ആ പാർട്ടി അസ്തമിച്ചു. അത് മാത്രമല്ല, ഇലത്തൂരിലെ ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പരാജയപ്പെട്ടതോടെ ആ ഒരു പാർട്ടിയും ഏറെക്കുറെ അസ്തമിച്ച അവസ്ഥയാണ്. ഇതോടെ ഇപ്പൊ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഏറെക്കുറെ ഒരു ഒന്നോ രണ്ടോ പാർട്ടികൾ ഏതാണ്ട് അസ്തമിച്ച ഒരവസ്ഥയാണ്. അവർക്ക് പ്രാതിനിധ്യം ഇല്ലാതായി. അതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ. അപ്പം കോൺഗ്രസ് എമ്മിൽ ഒരൊറ്റ സീറ്റ് പോലും കിട്ടാത്തത് പാർട്ടി നേതൃത്വം നയിച്ചതിൻ്റെ അല്ലെ അവരുടെ ഒരു ലൈൻ ഒരു പാർട്ടി നയം അതായിരിക്കും ഒരു പക്ഷെ തോൽവിക്ക് കാരണമില്ല. അത് 2021 5 സീറ്റ് ലഭിച്ചതിന് ശേഷം പൂർണ്ണമായും ഒരു CPM-നെ പോലെ CPI-നെ പോലെ കേഡർ സ്വഭാവത്തിൽ കൊണ്ടുവരുമെന്നാണ് ജോസ് കെ മാണി പറഞ്ഞിരുന്നത്. അതുപോലെ ഒരു കേഡർ സ്വഭാവത്തിലായിരുന്നു ഈ കേരള കോൺഗ്രസ് എം. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ, അതായത് ഒരു ജയിലിൽ അകപ്പെട്ട രീതി ഉണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ CPM അല്ലെങ്കിൽ CPI പോലുള്ള കേഡർ പാർട്ടികളിൽ അണികൾക്ക് പറയാൻ പല കടമ്പകളുണ്ട്. അതുപോലെ ഈ പാർട്ടിയെ കൊണ്ടു വളർത്തിയതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ ഒരു അണികൾക്കുണ്ടായ രോഷവും അതേ തുടർന്ന് ആ ഒരു പതനവും. അത് മാത്രമല്ല, അണികൾ മാത്രമല്ല ജനങ്ങളും എന്നൊരു ഭാഗമുണ്ടല്ലോ. ഇപ്പൊ ഈ UDF-ൽ നിന്നും പിളർപ്പ് വഴി LDF-ലെത്തി, LDF-ൽ നിന്ന് അധികാരത്തിലേക്ക് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായി ഈ ഒരു പാർട്ടിക്ക് ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അതുകൊണ്ടായിരിക്കും ജനങ്ങൾ തന്നെ കരുതിയത് നിങ്ങളിനി ആ ഒരു LDF-ൻ്റെ കൂടെ തന്നെ പുറത്തിരുന്നാൽ മതി, UDF-ലേക്ക് നിങ്ങളെ താല്പര്യമില്ല എന്നൊരു ജനവിധി എഴുതിയത്.